സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1, 78-79 വാക്യങ്ങൾ. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള വേദഭാഗം നാം പഠിച്ചാൽ സഖരിയാവ് എന്ന യോഹന്നാൻ സ്നാപകൻ്റെ പിതാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞ പ്രവചന വചസ്സുകളാണ് നാം കേൾക്കുവാനിടയായത്. സ്നാപക യോഹന്നാൻ്റെ ജനനം യേശുവിൻ്റെ ജനനം പോലെ അത്ഭുതകരമായിരുന്നു. വളരെ വാർദ്ധക്യത്തിലായിരുന്ന ദമ്പതികൾ, അഥവാ സഖരിയാവ് എലിസബത്ത് ദമ്പതികൾ, അവർക്ക് ദൈവം നൽകുന്ന സന്ദേശമാണ് സ്നാപകയോഹന്നാൻ്റെ ജനനത്തിന് അടിസ്ഥാനമായി നാം കാണുന്നത്. ഈ ദമ്പതികൾക്ക് ദൈവം നൽകിയ സന്ദേശം ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ സ്നാപകയോഹന്നാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനമാണെങ്കിലും ഈ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് ഈ സഖരിയ പ്രവാചകൻ പ്രവചിച്ചത് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ്. ഇരുളിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. അതുപോലെയുള്ള ഒരു തിരുവചനമാണ് ഇവിടെ സഖരിയാവ് പ്രവചിക്കുവാനിടയായത്. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ളത് ഉയരത്തിൽ വസിച്ചിരുന്ന, അഥവാ സ്വർഗത്തിൽ വസിച്ചിരുന്ന ദൈവകുടുംബത്തിലെ രണ്ടാമൻ എന്നറിയപ്പെട്ടിരുന്ന പുത്രൻ ക്രിസ്തു യേശു മാനവരാശിയുടെ പാപമോചനത്തിനായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉയരത്തിൽ നിന്ന് ഈ ഭൂമിയെ സന്ദർശിച്ച വിധങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയത് സ്നാപകയോഹന്നാൻ്റെ ജീവിതത്തിലല്ല, പ്രത്യുത യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലാണ്. സ്നാപകയോഹന്നാനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ വരവിന് വഴിയൊരുക്കാനായാണ് ദൈവം അയക്കുവാനിടയായത്. സ്നാപകയോഹന്നാൻ തൻ്റെ പ്രസംഗങ്ങളിലൊക്കെ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പ്രസംഗിച്ചു. തൻ്റെ പിന്നാലെ വരുന്ന ദൈവപുത്രന് വഴിയൊരുക്കുക മാത്രമായിരുന്നു സ്നാപകയോഹന്നാൻ്റെ ദൗത്യം. എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ ദൗത്യം അതായിരുന്നില്ല. മുഴുപ്രപഞ്ചത്തിലെ ഏതൊരു തലമുറയിലും ജീവിച്ച് പാപത്തിൽ നിബദിച്ച മാനവരാശിയുടെ ഉദ്ധാരണത്തിനായി, അഥവാ രക്ഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം എടുത്ത തീരുമാനമായിരുന്നു ദൈവപുത്രൻ്റെ ജനനം.
ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചതാണ്. അതെ, ഉദയം നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നാം അന്ധകാരത്തിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ഉദയം ആയ വെളിച്ചമായ യേശു ക്രിസ്തുവിൻ്റെ ജനനം പാപാന്ധകാരത്തിലായിരുന്ന മാനവജാതിയെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാനിടയായി. ക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് നൽകുന്ന സന്ദേശം എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട് എന്നുള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.